ആരോട് ചോദിച്ചിട്ടാ പാന്റ് ഇട്ടത്? അത് പിന്നെ ഫെസ്റ്റ് ആയതുകൊണ്ട് എന്താ അഴിക്കങ്ങോട്ട്. ചേട്ടാ വേണ്ട ഏട്ടാ, പ്ലീസ് ഏട്ടാ. നീ ആയിട്ട് അഴിച്ചു മാറ്റിയ കുറഞ്ഞതൊരു ട്രൗസർ എങ്കിലും നിന്റെ ദേഹത്തുണ്ടാവും. അതല്ല ഞാനാണ് അഴിക്കുന്നെങ്കിൽ ഫുൾ ന്യൂഡായിരിക്കും. ആലോചിച്ചോ. വേണ്ട ഏട്ടാ, ഞാൻ ഉരുത്തരാം. അഴിച്ചു. എല്ലാരും സാരി എടുത്തോണ്ട് വരാന്ന് പ്ലാൻ ചെയ്തല്ലേ, എന്നിട്ട് നീ എന്താ കൊടുക്കാത്ത? ഞാൻ സാരി ഒന്നും എടുത്താൽ ശരിയാവില്ല. എടോ, മെഡൽസ് എടുത്തോണ്ട് വരാൻ യുവയെ പറഞ്ഞാണല്ലോ, ഇതുവരെ വന്നില്ല. ഫംഗ്ഷൻ ആണെങ്കിൽ തുടങ്ങാൻ പോവാ. തനിക്ക് ഓഫീസ് വരെ പോയി ഒന്ന് എടുത്തോണ്ട് വരാൻ പറ്റുമോ? ഷുവർ സർ. I'll see you guys. നിങ്ങൾ എന്ത് പെർഫോമൻസാ ചെയ്യാൻ പോണം? മെഡൽസ് ഒക്കെ എവിടെ? മറന്നുപോയി, ഞാനിപ്പോ തന്നെ എടുത്തിട്ട് വരാം. ആവശ്യമില്ല, ജാൻവി അത് എടുക്കാൻ പോയിട്ടുണ്ട്. ഓ, ജാൻവി പോയല്ലേ? ജാൻവി പോയെന്നോ? ഇതൊക്കെ എന്ത്? ഞങ്ങളങ്ങാൻ നടത്തിയായിരുന്നെങ്കിലേ ഇവന്റെ ഒക്കെ വേറെ ലെവലായിരിക്കും. ഇവനിത്രയ്ക്ക് ധൃതി പിടിച്ച് അങ്ങോട്ട് പോവാ. എടാ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. ഇല്ല, ഒന്നും പറ്റില്ല. ഡെഡ് ബോഡി എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആര് കൊണ്ടുപോയതായിരിക്കും? ആരെങ്കിലും വന്നിരുന്നു? ഇവിടെ എങ്ങനെ വന്നത്? നീ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല, നീ എന്തിനോട് നിൽക്കുന്നേ? നിന്നെ അവിടെ എത്ര പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അറിയോ? നീ അവിടേക്കല്ലേ, ഞാൻ എടുത്തോണ്ട് വന്നോളാം. അമ്മേ, ഇവനെന്താ പ്രാന്താണ് അതിനുള്ളിൽ കയറിക്കുന്നത്? ഇത്രയും ജേഴ്സ് കിടക്കുമല്ലേ? അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതല്ല, ആരും ഇരുത്തിയതാ. ചത്തുപോയടാ. ചത്തുപോയെന്നോ? ആ, അല്ല, അതെങ്ങനെ ചത്തു പോന്നേ? അപ്പൊ ഇവളാ? നീ ആ വെള്ളം എടുത്തിട്ടോ. ഓ ഭാഗ്യം, അവള് ചത്തിട്ടില്ല. എന്താടാ ഇത്? ഇവനെന്താ പറ്റിയേ? എന്തൊക്കെ പറഞ്ഞാൽ അവനെ കൊല്ലണ്ട കാര്യം നിനക്ക് കൊന്നത് തോന്നിയ സമയം പിന്നെ ആരാ? നിനക്ക് എന്താ അറിയാം? എനിക്ക് അത് മാത്രമേ അറിയൂ. പക്ഷെ കുറച്ചു നേരം മുമ്പേ അറിയാത്രേ ഉള്ളൂ. എടാ പ്ലീസ്ഡാ, നീ ഉള്ള സത്യം ഒന്ന് പറ. അവനെ നീ അല്ലാതെ ഇവിടെ വേറെ ആര് കൊല്ലാനാ? നീ ഒന്നും മിണ്ടാതിരിക്കും. ആ ഭാസ്കർ ആയിരിക്കും. അവനൊന്ന് വിളിച്ച് വേഗം എടുത്ത് വിളിക്കേ. എടാ ഭാസ്കർ, ഞാനാ. നീ ഇവിടെ ഓഫീസ് റൂമിന്റെ അടുത്തേക്ക് വന്നിരുന്നോ? ഓപ്പറേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നേ. മര്യാദക്ക് സത്യം പറ. നീ നൈറ്റ് ഓവറായിട്ട് കുടിച്ചിട്ട് അവിടെ കിടക്കായിരുന്നു. ഒന്ന് വെച്ചിട്ട് പോയടാ, കള്ളും കുടിച്ച് ബോധമില്ലാണ്ട്.
അല്ല ഇവനല്ല. ഓ പിന്നെ ആരെ ചെയ്ത്? ജാനു ജാനു കാം ഡൗൺ. ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കാനുള്ള സമയമല്ല ഇത്. ആദ്യം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാടാ? ആദ്യം നീ സെക്യൂരിറ്റി അടുത്ത് പോയിട്ട് ആരെങ്കിലും പുറത്ത് പോയിട്ടുണ്ടോ എന്ന് നോക്ക്. ഓക്കെടാ. ഡാ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണ്ട, ഡൗട്ട് വരും. നിന്നൊരു ടാലന്റ് യൂസ് ചെയ്യും. ഓക്കെ ഏറ്റു. ജാനു നീ ഇങ്ങനെ പേടിക്കല്ലേ. ഇനി അടുത്തതായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഡാൻസ് അവതരിപ്പിക്കുന്ന കണ്ടസ്റ്റൻസ് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക. അടുത്ത പാട്ടിന് വേണ്ടിയിട്ടുള്ള കണ്ടസ്റ്റൻസ് തയ്യാറാവേണ്ടതാണ് ഈ സമയം കൊണ്ട്. എന്തേതിട്ടായി വരുന്ന? ഇതെന്താ രണ്ടുപേരും ഒരുമിച്ച് റൂമിൽ നിന്ന് വരുന്നു, ശരീരം മുഴുവൻ വേർതിരിക്കുന്നു. ഹേയ് നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഇത് വേറെ മാറ്ററാ. ആ വേറെ മാറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഛെ, നീ നിന്റെ ഷർട്ട് എന്തിനാ മാറ്റേ? അത് പിന്നെ ബ്ലഡ് ആയതുകൊണ്ട്. എന്താ പറഞ്ഞ? അത് തന്നെ സ്വെറ്റ് ആയതുകൊണ്ട്. നിനക്കെന്താ, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല എന്നോടൊന്നും കാര്യങ്ങൾ. പറയണ്ട. നിന്നെ വിശ്വസിക്കരുതെന്ന് എന്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞാനോ അതൊന്നും കേട്ടില്ല. ഗുഡ് ബൈ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് കഷ്ടമെന്ന് നോക്കി. ഉള്ള പ്രശ്നം കൂടാണ്ട് വേറെ ഓരോന്ന്. ഒന്ന് നിക്ക്, ഞാൻ പറയാം. ഈയിടെയായിട്ട് താൻ വലിയ ബിസിയാണല്ലോ. എന്താ സാറേ, ഫുൾ അങ്ങ് ഫ്രഷ് ആയല്ലോ. ഓഫീസറും നന്നായിട്ട് വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. അതെ, നന്നായിട്ട് തന്നെ വർക്കൗട്ടായി. ചെല്ലേ. അല്ല എന്തിനാ സാർ നാണിക്കുന്നേ? സാർ ചെല്ലുന്നേ. എനിക്ക് താല്പര്യമില്ലെന്നേ. കുഴപ്പമില്ലെന്നേ. താനൊന്ന് പോയേ. പറഞ്ഞോടാന്ന് വെച്ചപ്പോ ഇയാൾ അനങ്ങുന്നില്ല. മൂത്രമൊഴിക്കാൻ കൂട്ടുപിടിച്ചോ പോകാത്ത കലിപ്പാന്നേ. പോയിരുന്നെങ്കില് ക്ഷണം സ്വീകരിച്ചു വന്നതിന് താങ്ക്സ് സാർ. എന്താ അങ്ങനെ പറഞ്ഞേ? താൻ വിളിച്ച ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റൂ? ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അതും പോരാഞ്ഞിട്ട് സക്സസ്ഫുൾ ബിസിനസ്മാൻ. പിന്നെ വേറൊരു കാര്യം അറിയാം. എന്താ? എന്റെ മോനോട് പോലും നിങ്ങളെ റോൾ മോഡലായി കാണണമെന്ന് പറഞ്ഞേ. 24 മണിക്കൂറും ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പറയാണ്, ക്രിക്കറ്റ് കളി കാണുന്നവരൊക്കെ പൊട്ടന്മാരാ, വേസ്റ്റ് ഫെല്ലോസ്. ക്ഷണം സ്വീകരിച്ചു വന്നതിന് നന്ദി സാർ. എന്നോടൊക്കെ താങ്ക്സ് പറയുന്നത് എന്തിനാ? അത് സത്യം തന്നെയാ. നാളെ മുതല് വരാൻ പോകുന്ന ബൈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ അതിന്റെ കാര്യമൊക്കെ നടക്കുന്നുണ്ട്. മിക്കവാറും നാളത്തോടെ എല്ലാം റെഡിയാവും. Our organizer of the event, Mr. Revant from Final Year CSE, please come out to the dais. രേവന്തോ? Mr. Revant from Final Year CSE, please come on to the dais. മൊത്തത്തിൽ ഇതിനകത്ത് റിവലായിരുന്നില്ല. എന്നിട്ട് പിന്നെ Okay, Mr. Revant കുറച്ച് തിരക്കിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് പെർഫോമൻസ് തുടങ്ങാം. സുഷമാസ് ഡാൻസ് പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം ഹർ.